ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ ഒരു കുഞ്ഞ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഒരു എപ്പിസോഡായിട്ടൊന്നും കൂട്ടണ്ട, ഒരു കുഞ്ഞ് അപ്ഡേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇതിന് മുമ്പ് പച്ചമുളകിൻ്റെ വിത്ത് പാകുന്നതും അതിൻ്റെ തൈ മുളച്ച് വലുതായി നിൽക്കുന്നതൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് ഇങ്ങോട്ട് മാറ്റി നട്ടിട്ടുണ്ട്. അതിലെ വലിയ തൈകൾ പറിച്ചു കൊണ്ടുവന്ന് നമ്മളിവിടെ ഒരു കണ്ടത്തിൽ മുളക് തൈകൾ നട്ടിട്ടുണ്ട്. ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾ ഇപ്പോൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾ പറിച്ച് കൊണ്ടുവന്ന് ഏകദേശം ഒരു 60-ലധികം തൈകൾ ഇങ്ങനെ വരികളാക്കിയിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇങ്ങനെ ഒരു ചെറിയ ചാല് കീറിയതിന് ശേഷം അതിൽ മണ്ണ് കിളച്ചിളക്കിയിട്ട് അവിടെയാണ് മുളക് തൈകൾ നടുന്നത്. പിന്നെ നടുന്നതിന് ശേഷം, അതായത് ഇതൊക്കെ നട്ടതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ സൈഡിൽ പച്ചിലകൾ വെച്ച് കൊടുക്കാറുണ്ട് സാധാരണയായിട്ട്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ മെയിനായിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഴ വരുന്ന സമയമാണ്, നന്നായിട്ട് മഴ പെയ്യുന്ന സമയമാണ്. ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പുതുതായിട്ട് മാറ്റി നട്ടുള്ള ചെടികൾ മഴ വീഴുന്നതിനനുസരിച്ച് മണ്ണിലേക്ക് ചാഞ്ഞു വീഴും. ഇത് മണ്ണുമായിട്ട് മിക്സായി അങ്ങനെ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ചീയൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് മണ്ണിലേക്ക് വീണ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഇലകൾ വെച്ച് കൊടുക്കും. നമ്മളതിന് പറയുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ് പറയുക. നമ്മൾ തോല് വയ്ക്കുക എന്നാണ് പറയുക കേട്ടോ ഇതിന്, ഈ ഇങ്ങനെ ഇലകൾ വെച്ച് കൊടുക്കുന്നതിന്. പിന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മളിത് മണ്ണിട്ട് മൂടുന്ന സമയത്ത് ഈ ഇലകളെല്ലാം ചീഞ്ഞ് ഈ മുളക് തൈകൾക്ക് വളമായി മാറും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഏകദേശം ഈ കാണുന്ന രീതിയിൽ നീളത്തിൽ ചാലെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്തെ സ്ഥലത്ത് ആ സ്ഥലം കിടക്കുന്നുണ്ടോ, അവിടെ നമ്മൾ ഇതേപോലെ മുളക് തൈയും അതുപോലെ നമ്മളിതിൻ്റെ കൂടെ വഴുതന പാകി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് മുളച്ച് വന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പത്തെ വീഡിയോകളിലൊക്കെ. അപ്പോൾ അത് ഇവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. മണ്ണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ വെട്ടുപാറ പോലെയുള്ള, വെട്ടുപാറയേക്കാൾ കുറച്ച് ബലം കമ്മിയായിട്ടുള്ള ഒരു തരം പാറയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇതൊക്കെ ഇളക്കിയിട്ടതിന് അന്ന് JCB വന്ന് ഇളക്കിയിട്ടപ്പോൾ അങ്ങനെ പൊടിഞ്ഞു വന്നിട്ടുള്ളതാണ്. ഇതിൽ പോഷക മൂല്യങ്ങൾ കുറവായിരിക്കും. അതായത് ചെടികൾ നട്ടുമ്പോൾ അവർക്ക് വലിച്ചെടുക്കാനുള്ള പോഷക ഘടകങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ച ചാണകം കൊണ്ടുവന്ന് ഇതിലേക്ക് ഫുള്ള് വെതറിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പച്ച ചാണകം കൊണ്ടുവന്ന് വെതറിയിരിക്കുകയാണ്. ഇനി നമ്മൾ തൈകൾ നടുന്ന സമയത്ത് അവർക്ക് വേണ്ട പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുമ്പോൾ നമ്മളെ ഈ ചാണകത്തിൻ്റെയൊക്കെ അംശം അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും ഈ ഒരു പാറ പൊടിഞ്ഞതുപോലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വിളവ് വളരെ കുറവ് പ്രതീക്ഷിച്ചാൽ മതി. സക്സസ് ആവുക എന്നുള്ളത് ഒരു വളരെ ചെറിയ പേഴ്സൻറ്റേജാണ്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ.